വെൽക്കം ടു മൈ ചാനൽ. കേരള PSC എക്സാം എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. കേരള PSC ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അറിഞ്ഞ് അതിൻ്റെ ട്രെൻഡ് അറിഞ്ഞ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഠനം കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫിനിഷിങ്ങിലെത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? ആൻസർ ഓപ്ഷൻ എ HC മുഖർജി, VT കൃഷ്ണമാചാരി. ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് M.N. റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. 1946 ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 17 പേർ വനിതകളായിരുന്നു. പാകിസ്ഥാനി പ്രദേശത്ത് ഉൾപ്പെടുത്ത അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 ഇതോടെ വനിതകളുടെ എണ്ണം 15 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 11 മണിക്ക് 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളായിരുന്നു സമ്മേളന വേദി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23 1946 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരായിരുന്നു HC മുഖർജിയും VT കൃഷ്ണമാചാര്യയും. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൻ റയീസതാണ്. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളുണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളായിരുന്നു ഒന്ന് BR അംബേദ്കർ, K മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, TP ഗീത്താന്, BL മിത്തർ. ഗീത്താന് പകരമായി TT കൃഷ്ണമാചാരിയും മിത്തിന് പകരമായി N മാധവറാവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് അസംബ്ലി ആദ്യമായി സമ്മേളിച്ച് 1947 നവംബർ 17 ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് GV മാവുലങ്കറിനെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർ 93 അംഗങ്ങളായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 292 ആയിരുന്നു. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന് അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. 1946 ഡിസംബർ 9 ഇദ്ദേഹത്തെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന പാർട്ടി ലേബർ പാർട്ടിയുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ B അയർലൻഡ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന എന്നറിയപ്പെടുന്നു. ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഗവർണർ പദവിയും പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ എന്നിവയെല്ലാം എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്.
അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുക എന്നത് ജർമ്മനിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകള്, ദ്വിമണ്ഡലസഭ, തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CNG, സ്പീക്കർ എന്നിവ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി എന്നിവ എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതിയും റഷ്യയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഫെഡറൽ സംവിധാനവും അവശിഷ്ട അധികാരങ്ങളും യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്നിവ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുക എന്നിവ എടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കടം കൊണ്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത് എന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്നത് അതിൽ ഉൾപ്പെടാത്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളാണ്: ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിവുണ്ട്, നിശ്ചിത വേഗതയുണ്ട്, ഊർജം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ ആണ്. അതായത് 3 ലക്ഷം km/s ആണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്, അതായത് 500 സെക്കൻഡാണ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡാണ് വേണ്ടത്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥവും വജ്രം തന്നെയാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന ഗണം എന്നറിയപ്പെടുന്നത് ഫോട്ടോൺ ആണ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗണമാണ് ടോക്യോൺസ്. ടോക്യോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശനൻ ആണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം, അതായത് ലൈറ്റ് ഇയർ. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പാർസെക്ക്. ഒരു പാർസെക്ക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രോമാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ്. പ്രകാശത്തിൻ്റെ തീവ്രത പ്രകാശ തരംഗത്തിൻ്റെ ആയതിയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് ആണ്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് ആണ്. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയത് റോമർ ആണ്. പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് എ മെക്കൽസൺ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ക്വാണ്ടം സിദ്ധാന്തം അവതരിപ്പിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ അഗസ്റ്റിൻ ഫ്രണൽ ആണ്. പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെർട്സ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടിയതുമായ ഘടകം വയലറ്റ് ആണ്. തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകം ചുവപ്പാണ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ളയാണ്. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങളാണ് 7. വിബ്ജ്യൂർ എന്നറിയപ്പെടും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ്. പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് പച്ച, നീല, ചുവപ്പാണ്. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, ജൂൾ പെർ സെക്കൻഡ്. ഊർജത്തിൻ്റെ യൂണിറ്റുകളാണ് കിലോ വാട്ട് അവർ, എർഗ്,
കിലോഗ്രാം, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിവ. അളവുകളും യൂണിറ്റുകളും നോക്കാം. ഭാരത്തിൻ്റെ കിലോഗ്രാം ആണ്. പിണ്ഡം കിലോഗ്രാം ആണ്. സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ്. ആക്കം മൊമെൻറ്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. വ്യാപകമർദ്ദം തേഴ്സ്റ്റ് ന്യൂട്ടൺ ആണ്. ബലം ന്യൂട്ടൺ ആണ്. മർദ്ദം പാസ്കൽ ആണ്. താപം, ഊർജം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ജൂളാണ്. പവർ വാട്ടാണ്. ആവൃത്തി ഹെർട്സ് ആണ്. അന്തരീക്ഷ മർദ്ദം ബാർ. കാന്തിക ഫ്ലക്സ് വെബർ. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടാണ്. ലെൻസിൻ്റെ പവർ ഡയോപ്റ്ററാണ്. ശബ്ദത്തിൻ്റെ ഉച്ചത ഡെസിബലാണ്. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ബെക്കറൽ. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല. കപ്പാസിറ്റൻസ് ഫാരഡ്. ഇലുമിനൻസ് ലക്സ്. വൈദ്യുത ചാർജ് കുളോം. വൈദ്യുത പ്രതിരോധം ഓം. തരംഗദൈർഘ്യം ആങ്സ്ട്രോം. ലുമിനസ് ഫ്ലക്സ് ലുമൻ. തിളക്കം ലംബാർട്ട്. അതുപോലെ SI യൂണിറ്റുകളാണ്. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ SI യൂണിറ്റ് ആംബിയർ ആണ്. പ്രകാശ തീവ്രത അതായത് ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡിലയാണ്. പദാർത്ഥത്തിൻ്റെ അളവ് അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ മോളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയൻ എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവമാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10 മീററ്റിലാണ്. ഉത്തർപ്രദേശിലാണ് മീററ്റ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ശിപ്പായി ലഹള എന്നാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെയാണ്. 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34ാമത് ബംഗാൾ ഇൻഫാൻട്രി. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയായിരുന്നു. 1857 വിപ്ലവത്തിൽ ഡൽഹിയുടെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ രാജാവാണ് ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സെക്കൻഡ് എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തെ റങ്കൂണിലേക്ക് ബർമ്മയിലേക്കാണ് നാടുകടത്തിയത്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവി സർ ഹ്യൂ ക്രോസ് വിശേഷിപ്പിച്ച ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക. 1857 വിപ്ലവത്തിൻ്റെ ജോൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18 കാൽപ്പി യുദ്ധത്തിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്. 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1859 ഏപ്രിൽ 18 താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയത്. അവസാനമായി പിടിച്ചടക്കിയത് താന്തിയ തോപ്പിയാണ്. കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവധിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്? ആൻസർ ഓപ്ഷൻ ബി ലോർഡ് ഡെഫറിൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കേഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് ആണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലിസ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് കോൺവാലിസ് 1793. ജമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റിച്ചാർഡ് വെല്ലസ്ലി 1798. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദാണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലും റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഓവൻ മെരിഡിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. 1877 നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണ്. 1872 ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. 1881
ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ് 1878. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ്. ഒന്നാം ഫാക്ടറി ആക്ട് പാസ്സാക്കിയ വൈസ്രോയി റിപ്പണാണ് 1881. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ് 1882. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവാണ് 1883. ഇൽബർട്ട് ബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബില്ല്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ഡെഫ്രിൻ പ്രഭുവാണ് 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത് ഡെഫ്രിൻ പ്രഭുവാണ്. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടക്കുന്ന സമയത്ത് വൈസ്രോയി ഡെഫ്രിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് കേഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി കേഴ്സൺ പ്രഭുവാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കേഴ്സൺ പ്രഭുവാണ് 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ സെക്കൻഡാണ് 1905 ഒക്ടോബർ 16. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലെങ്കിൽ കൃതികൾ അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉം. ആത്മോപദേശ ശതകം, അഭിനവ കേരളം. ആത്മോപദേശ ശതകം, വിനായകാഷ്ടകം, ജനനി നവരത്ന മഞ്ജരി, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാ ദശകം, ചിഞ്ചട ചിത്തനം, കുണ്ടലിനിപ്പാട്ട്, കാളി നാടകം, ശ്രീകൃഷ്ണ ദർശനം, ദർശനമാല, നിർവൃതി പഞ്ചകം, അദ്വൈത ദീപിക, അറിവ്, ജാതിലക്ഷണം, ശിവദശകം, ജ്ഞാനദർശനം, ചിദംബരാഷ്ടകം, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, തേവാര പതികങ്ങൾ, ഇതൊക്കെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ദൈവദശകവും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ച വാഗ്ഭടാനന്ദ 1917 ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ഇത് പബ്ലിഷ് ചെയ്തത് 1921. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. അതും 1921 തന്നെയാണ്. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ 1927. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികകളാണ് ശിവയോഗി വിലാസം 1914, ആത്മവിദ്യാ കാഹളം 1929, യജമാനൻ 1939. അതുപോലെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ ജനിച്ചിട്ടുള്ളത് 1853 ഓഗസ്റ്റ് 25 ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂലയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഉള്ളൂർക്കോട് വീടാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമിയുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നാണ്. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിലൊക്കെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നുണ്ട്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളെയാണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, കേരളദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈത പഞ്ചരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, ക്രിസ്തുമത ഛേദനം എന്നിവയെല്ലാം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ചട്ടമ്പി സ്വാമിയുടെ മരണത്തിൽ അനുശോചിച്ച് പണ്ഡിത് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമി സമാധിയായിട്ടുള്ള 1924 മെയ് 5 ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. അടുത്ത ചോദ്യം, സാൻ, മിൻ, ചുയി ഇവ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ്. റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ചൈന എന്ന പുസ്തകം എഴുതിയത് MN റോയ് ആണ്.
ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയാൽ മാത്രമേ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ചൈനയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇവർക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സന്യാട്സൻ ആയിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവ. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കുമിന്താങ് പാർട്ടി രൂപീകരിച്ചതും സന്യാട്സനാണ്. 1911 വിപ്ലവത്തെ തുടർന്ന് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റിന് രൂപം നൽകുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് സന്യാട്സൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും യുവാൻ ഷിക്കോയ് അധികാരത്തിലെത്തുകയും ചെയ്തു. 1916 യുവാൻ ഷിക്കോയിന്റെ മരണത്തെ തുടർന്ന് സന്യാട്സൻ വീണ്ടും അധികാരത്തിലേറി. 1921 മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകർക്കും തൊഴിലാളികൾക്കും ഇടയിൽ സ്വാധീനമുണ്ടാക്കാൻ 1921 മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. റഷ്യ ചൈനയുടെ വിവിധ മേഖലകളിലെ പുരോഗതിക്കായി കുമിന്താങ് റിപ്പബ്ലിക്കിനെ സഹായിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സന്യാട്സൻ 1925 മരണപ്പെടുകയും സന്യാട്സന്റെ മരണശേഷം ചിയാങ് കൈഷക്ക് അധികാരത്തിലേറുകയും ചെയ്തു. അതിനുശേഷം ചിയാങ് കൈഷക്ക് ഇൻഷുറൻസ്, വിദേശ വ്യാപാരം, ബാങ്കിങ് തുടങ്ങിയ എല്ലാം വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുത്തു. തൽഫലമായി എല്ലാ മേഖലകളിലും വിദേശ ശക്തികളുടെ നിയന്ത്രണമുണ്ടായി. ഇതിലൂടെ അവർ വൻതുക ചൈനയിൽ നിന്നും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഈ നയങ്ങളെ മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുകയും ചുവപ്പ് സേന ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 1934 കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാവോ സെ തൂങ് തന്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. 1949 ഏപ്രിൽ 21 കുമിന്താൻ ഗവൺമെന്റിന്റെ തലസ്ഥാനമായിരുന്ന നാങ്കിങ് 1949 ഏപ്രിൽ 21 കുമിന്താൻ ഗവൺമെന്റിന്റെ തലസ്ഥാനമായിരുന്ന നാങ്കിങ് ചുവപ്പ് സേന പിടിച്ചെടുക്കുകയും തുടർന്ന് ഒക്ടോബർ 1 മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയെ ജനകീയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാവോ സെ തൂങ്ങിന്റെ നേതൃത്വത്തിൽ നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾ ചൈനയിൽ നടപ്പിലാക്കി. അവ മഹത്തായ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം അതായത് ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വിപ്ലവത്തിന്റെ ഫലമായി ചൈന ജനകീയ റിപ്പബ്ലിക്കായി. കൃഷിഭൂമി കർഷകന് ലഭിച്ചു. ചൈനയിലെ വിദേശാധിപത്യം അവസാനിച്ചു. ലോക രാജ്യങ്ങൾക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപിക്കുന്നതിന് ഇത് കാരണമായി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം. ആൻസർ ഓപ്ഷൻ ഡി 205 കിലോമീറ്റർ. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇത് സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27 ഇതിൻ്റെ ആസ്ഥാനം നോയിഡ, ഉത്തർപ്രദേശിലെ നോയിഡയാണ്. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊൽക്കത്ത 1967 ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പാട്ന 2004 സ്ഥാപിതമായിട്ടുള്ളത്. ഒന്നാമത്തെ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്ററാണ്. രണ്ടാമത്തെ ദേശീയ ജലപാത അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ മുതൽ ദുബ്രി വരെ 891 കിലോമീറ്റർ. മൂന്നാമത്തെ ജലപാത കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്, 365 കിലോമീറ്ററാണ്. നാലാമത്തെ ജലപാത കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ 2890 കിലോമീറ്റർ വരെയാണ്. അഞ്ചാമത്തെ ജലപാത താൽച്ചർ ടു ധാംറയാണ്, 588 കിലോമീറ്ററാണ്. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25 ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12 അടുത്ത ക്വസ്റ്റ്യൻ, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ ഓപ്ഷൻ എ മഹേന്ദ്രഗിരി. ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്ററാണ് പൂർവ്വഘട്ടത്തിൻ്റെ ആകെ നീളം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. ജാവടി കുന്നുകളെ, പാൽക്കൊണ്ട മല, നല്ല മല, മഹേന്ദ്രഗിരി തുടങ്ങിയവ പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട നിരകളാണ്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക് വടക്കു നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കൂടി വരികയാണ് ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയാണ് ആനമുടി.
ഇത് പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം 2695 മീറ്ററാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ആനമലയിലാണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകൾ അറിയപ്പെടുന്ന പശ്ചിമഘട്ടമാണ്. കർണാടകയിലും തമിഴ്നാട് ഭാഗത്തും നീലഗിരി എന്നാണ് ഇതറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നാണ് പശ്ചിമഘട്ടത്തിൻ്റെ പേര്. തമിഴ്നാട്ടിലെ നീലഗിരി നിലയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട 2637 മീറ്റർ പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ്. എന്നാൽ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. ഇടുക്കിയിൽ 2640 മീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന മൂന്നാറിലാണ്. ദേവികുളം താലൂക്ക് ഇടുക്കിയിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർ വനം. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യാർ വനം. 1ാമത്തെ നീലഗിരി ബയോസ്ഫിയർ ആണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാടാണ്, തിരുവനന്തപുരത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം. ആൻസർ ഓപ്ഷൻ എ, സിറസ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ ആണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽകെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. പ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നിംബസിനെയാണ്. ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. കൊടുങ്കാറ്റിൻ്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമുലസ്. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഫലമായി ഉടലെടുക്കുന്ന സിറസ് മേഘങ്ങളാണ് കോൺട്രിയൽ മേഘങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. ആൻസർ ഓപ്ഷൻ സി, ഗെയ്റുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കോണ്ടൂർ രേഖയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന 1, അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചെരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചെരിവിനെയും കാണിക്കുന്നു. പ്രസ്താവന 2, വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. രണ്ടും ശരിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് തുല്യ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വരക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ. തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരക്കുന്ന രേഖകളാണ് സമതാപ രേഖകൾ. ഒരേ തരത്തിലുള്ള മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന രേഖകളാണ് ഐസോഹെയ്റ്റുകൾ. തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരക്കുന്ന രേഖകളാണ് ഐസോഹെൽസ്. സമുദ്രത്തിൽ ഒരേ ആഴമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരക്കുന്ന രേഖയാണ് ഐസോബാത്ത്.